ശ്രീജിത് പണിക്കർ, ഇപ്പോൾ 47 രാഷ്ട്രീയ പാർട്ടികൾ രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുൻപാകെ തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട് എന്നാണ്. അതിൽ 32 രാഷ്ട്രീയ പാർട്ടികളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ചു എന്നാണ്. 15 പാർട്ടികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ചില രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് അറിയിച്ചില്ല. ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം നല്ലതാണ് എന്ന് തന്നെയല്ലേ വരുന്നത്? അല്ല, ഇതിൽ ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിക്ക് നിലവിൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു സ്വഭാവത്തിനോട് എനിക്ക് ആശയപരമായിട്ടുള്ള യോജിപ്പില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പറയട്ടെ. അതിന് വ്യത്യസ്തമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചില ആൾക്കാർക്ക് ഇതിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് ഒരുപക്ഷെ ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ ഔട്ട്വേ ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണോ ശ്രീ രാംനാഥ് കോവിന്ദിന്റെ കമ്മിറ്റി ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്, അത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നും അത് ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയയുടെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ചില കാര്യങ്ങൾ അതിൽ ഉണ്ടാകുന്നു എന്നുമുള്ള ഒരു വിമർശനമാണ് എനിക്കുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ടത്, തീർച്ചയായിട്ടും ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള നിയമസഭകളുള്ള യൂണിയൻ ടെറിട്ടറികളും കേന്ദ്ര സർക്കാരും ഒക്കെ ഉള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് ഭാരിച്ച ചെലവുകളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഉദ്യോഗസ്ഥരുടെ, സൈനികരുടെ, പോലീസിന്റെ ഒക്കെ തന്നെ വിന്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്പം മുമ്പ് ശ്രീ ശംഖു പറഞ്ഞതുപോലെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനുമേൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇമ്പോസ്ഡ് ആവുകയാണെങ്കിൽ പുതിയ സ്കീമുകളുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലതാമസത്തിനേക്കാൾ പലപ്പോഴും അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ BJP സർക്കാർ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് വളരെ സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അതിലൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ചില ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ എന്നതും സർക്കാരിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ബാധിക്കാൻ പാടില്ല എന്നുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമുള്ള തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് പകരം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നത്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലീവേ കേന്ദ്ര സർക്കാരിന് ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും പോളിസികളുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ കുറേയധികം ഇളവുകൾ അവരുടെ പോളിസി ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുമെങ്കിൽ അതിനെ എങ്ങനെ സാധ്യമാക്കാമെന്ന് ചിന്തിക്കുന്നത് ഒരു ഭാഗവും. രണ്ട്, തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സാങ്കേതികത ഉപയോഗിച്ചിട്ടാണെങ്കിലും മറ്റു മാർഗങ്ങൾ അന്വേഷിച്ചിട്ടാണെങ്കിലും എങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കൂടുതൽ പ്രായോഗികമായിട്ടുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയായിരുന്നുവെങ്കിൽ അത് ഈ കോസ്റ്റ് അഡ്രസ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരുടെ വിന്യാസത്തിനെയോ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളുടെ ഉൾപ്പെടെയുള്ള നടത്തിപ്പിലുണ്ടാകുന്ന കാലതാമസത്തിനെയോ ഒക്കെ തന്നെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉതകുമായിരുന്നു എന്നുള്ളതാണ് ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പുകൾ എത്ര തവണ നടക്കുന്നോ അതിൽ ഒഴുകുന്ന പണവും ഈ ഒരുമിച്ച് നടത്തുമ്പോൾ ഒഴുകുന്ന പണവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ പമ്പ് ചെയ്യുന്ന പണമാണ്. പ്രത്യേകിച്ച് ഭരണം നേടിയെടുക്കുന്നതിന് വേണ്ടി ആ ഇറക്കുന്ന പണത്തിന്റെ പരമാവധി ഇറക്കുവാനായിട്ട് പാർട്ടികൾ ശ്രമിക്കും. അതായത് BJP എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട്. താങ്കൾ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ ബ്രിട്ടാസ് ഇവിടെ പറഞ്ഞതിനോട്? അല്ല, ചെലവ് രണ്ട് രീതിയിലുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും ചെലവുണ്ട്, അതേപോലെ തന്നെ ഈ മെഷീനറി റൺ ചെയ്യുക എന്ന് പറയുന്നതിനും ചെലവുണ്ട്. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി പറയുന്നതനുസരിച്ച് 5 വർഷത്തേക്ക് ഒരു കോമൺ തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ സപ്പോസ് 2029 കരുതിക്കൊള്ളൂ, 5 വർഷത്തേക്കുള്ള ഒരു കോമൺ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് പോലെ കർണാടകയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ ബീഹാറിലോ ഒക്കെ ഉള്ളതുപോലെയുള്ള ഒരു സാഹചര്യം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിലോ ഒരു 3-3.5 വർഷം കഴിയുന്നതിന് ശേഷം ഉണ്ടാകുന്നുവെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഇൻഫ്ലേഷൻ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, 2029 ഒരു തെരഞ്ഞെടുപ്പിന് സപ്പോസ് ഒരു 100 കോടി രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷവും മറ്റൊരു തെരഞ്ഞെടുപ്പിന് 100 കോടി രൂപ ആ സംസ്ഥാനത്ത് ചെലവാകുന്നു എന്ന് കരുതുക. അത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ചെലവല്ല, സർക്കാരിനുണ്ടാകുന്ന ഈ മെഷീനറി റൺ ചെയ്യുന്നതിനുള്ള ചെലവാണെന്ന് കരുതിക്കോളൂ. അങ്ങനെ ആ തുക, അതായത് 2029 ജനറൽ ഇലക്ഷനൊപ്പം ചെലവാകുന്ന തുക എത്രയാണോ ആ തുകയ്ക്ക് സമാനമായിട്ടുള്ള ഒരു തുക ഒരു സംസ്ഥാനത്ത് വീണ്ടും ചെലവഴിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന പുതിയ സർക്കാരിന് കേവലം 1.5 വർഷത്തെ ആയുസ് മാത്രം ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പണത്തിനെ 1.5 വർഷത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നു എന്നും വീണ്ടും 1.5 വർഷം കഴിയുമ്പോഴേക്കും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു തുക വീണ്ടും ഈ മെഷീനറിയുടെ ഭാഗമായിട്ട് കേന്ദ്രം തന്നെ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുമുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം,
വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല. നേരെ മറിച്ച് ചെറിയ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, 2029 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തുള്ള പ്രാദേശികമായിട്ടുള്ള പാർട്ടി, നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ BJPയും കോൺഗ്രസും ഒഴികെ ബാക്കി എല്ലാ പാർട്ടികൾക്കും ഏകദേശം ഒരു സംസ്ഥാന സ്വഭാവമാണുള്ളത്. ദേശീയ പാർട്ടി സ്റ്റാറ്റസ് ഉള്ള പാർട്ടികൾക്ക് പോലും തന്നെയുമല്ല പല സംസ്ഥാനങ്ങളിലും ഭരണത്തിനെ നിയന്ത്രിക്കുന്നതോ അധികാരത്തിൽ ഇരിക്കുന്നതോ പ്രാദേശിക പാർട്ടികളുമാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ജനറൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരു 50 കോടി രൂപ സപ്പോസ് ഒരു പാർട്ടിക്ക് ചെലവാക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ 3.5 വർഷം കഴിഞ്ഞിട്ട് ഒരു സർക്കാർ മാറുന്ന, അല്ലെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയം വരുന്ന, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 386 ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ 1.5 വർഷത്തേക്കുള്ള പരിമിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ പണം പമ്പ് ചെയ്യാനായിട്ട് ഈ ചെറിയ പാർട്ടികൾക്ക്, തദ്ദേശ പാർട്ടികൾക്ക് സാധിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ വലിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതിപ്പോ BJP ആയാലും കോൺഗ്രസ് ആയാലും ഒരുപക്ഷെ കേരളം പോലെയുള്ള സാഹചര്യത്തിൽ CPM ആയാലും ഒക്കെ വലിയ രീതിയിൽ പണം പമ്പ് ചെയ്യാൻ സാധിക്കുമ്പോൾ അവർക്ക് ആ പണം ഇറക്കിക്കൊണ്ട് ഒരുപക്ഷെ അധികാരം അടുത്ത 1.5 വർഷത്തേക്ക് പിടിച്ചെടുക്കുന്നതിനും ആ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ ഭാവി പരിപാടികൾക്കായിട്ട് വീണ്ടും പണം ഇറക്കുന്നതിനും ഒക്കെ സാധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്നുള്ള പ്രാദേശിക പാർട്ടികളുടെ എല്ലാം തന്നെ സ്വാധീന ശക്തി എന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ വലിയ രീതിയിലേക്കുള്ള ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനോടൊപ്പമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് അവിശ്വാസ പ്രമേയം പാസ്സാകുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്നത് പോലെ അടുത്ത ജനറൽ ഇലക്ഷനിലേക്ക് എത്ര ടേമാണോ ബാക്കി ഉണ്ടാകുന്നത് ആ സമയത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന് മറ്റുള്ള ഓൾട്ടർനേറ്റീവുകൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടി ഭാവനാപൂർണ്ണമായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുണ്ട്. നോ കോൺഫിഡൻസ് മോഷൻ പ്രതിപക്ഷം അവതരിപ്പിക്കുമ്പോൾ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഇല്ല എങ്കിൽ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് അവർ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നേരെ മറിച്ച് മറ്റൊരു കാര്യം കൊണ്ടുവരിക, കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന് ഒരു അവസരം കൊടുത്താൽ എന്താണ് കുഴപ്പം? പ്രതിപക്ഷത്തിന് ഇതേപോലെ നമുക്ക് ഈ ഹാഫ് പാസ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് പോലെ സഭയുടെ പകുതിക്ക് മുകളിലുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ മറ്റൊരു തെരഞ്ഞെടുപ്പില്ലാതെ ഭരണമാറ്റം ഉണ്ടാകുന്ന രീതിയിലത്തേക്കും, അതല്ല എങ്കിൽ നിലവിലെ സർക്കാർ ഒരു കെയർടേക്കർ സർക്കാർ പോലെ തന്നെ ബാക്കിയുള്ള ടേം പൂർത്തീകരിക്കുക എന്ന രീതിയിലത്തേക്കുള്ള മറ്റ് മാർഗങ്ങൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കാണുന്നത് പോലെ ദിവസവും സർക്കാരുകൾ വീഴുന്ന സാഹചര്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ആണെങ്കിൽ ആ രീതിയിലും നമ്മളുടെ പണം ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയും സൈന്യത്തിന്റെയും പോലീസിന്റെയും വിന്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആ രീതിയിലും, ഇനി അതൊന്നുമല്ല നമ്മൾ ഈ പറയുന്നത് പോലെ കേന്ദ്ര പദ്ധതികളുടെയോ സംസ്ഥാന പദ്ധതികളുടെയോ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ രീതിയിലുമുള്ള ഒരു റിലാക്സേഷൻ ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഭാവനാപൂർണ്ണമായിട്ട് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള ഒരു പദ്ധതി നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസിയാണ്. ഓരോ സംസ്ഥാനത്തും ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വാധീനം എന്ന് പറയുന്നതൊക്കെ തന്നെ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ കേരളത്തിൽ വളരെ സ്വാധീന ശക്തിയുള്ള ഒരു പാർട്ടിക്ക് തൊട്ടടുത്ത സംസ്ഥാനത്ത് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. അവിടെയുള്ള ഒരു പ്രാദേശിക പാർട്ടിക്ക് ഇവിടെ യാതൊരു വിധത്തിലുള്ള സ്വാധീനവുമില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രാദേശികവും തദ്ദേശീയവും സംസ്ഥാനത്തുള്ളതും കേന്ദ്രത്തിലുള്ളതുമായിട്ടുള്ള വിഷയങ്ങളുള്ള തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നിച്ചു പോകുമ്പോൾ, ഇപ്പോൾ ഒഴിവാക്കാനാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. പക്ഷേ ഇതൊരു പാറ്റേൺ ആയിട്ട് നിലവിൽ പോകുമ്പോൾ, ഒരു വലിയ ദേശീയ വിഷയം ഉണ്ടാകുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിക്ക് അത് അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ പലപ്പോഴും ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പോലും അവർക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലേക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. എന്തെങ്കിലും രീതിയിൽ അവർക്ക് എതിരായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ അങ്ങനെയും ഉണ്ടാകാം. ഞാൻ പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മൾ എല്ലാവരും തന്നെ ആൾക്കാർക്ക് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളെയോ സംസ്ഥാന വിഷയങ്ങളെയോ ദേശീയ വിഷയങ്ങളെയോ ഒക്കെ തന്നെ യുക്തിപൂർവ്വം ചിന്തിച്ച് അവർക്ക് അതിലുള്ള ഉചിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ മതിയായിട്ടുള്ള അവസരം നൽകുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ശ്രീ പണിക്കർ പറഞ്ഞ കാര്യത്തിലും ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞ കാര്യത്തിലും ഇതൊരു